എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ നെയിം വന്നിട്ട് ഇന്ത്യയുടെ വിദേശ നയം അല്ലെങ്കിൽ ഇന്ത്യാസ് ഫോറിൻ പോളിസിയാണ് ഇന്നത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ എന്താണ് ചാപ്റ്റർ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഹെഡിങ് പറയുന്നത് പോലെ തന്നെ എന്താണ് വിദേശ നയം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വിദേശ നയം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ പിന്തുടരുന്ന മാർഗരേഖകളുടെയും ലക്ഷ്യങ്ങളുടെയും തന്ത്രങ്ങളുടെയും സമാഹാരമാണ്. ഇതിലൂടെ രാജ്യത്തിൻ്റെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സിമ്പിൾ ടേംസിൽ വിദേശ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി പ്രകാരം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി പുലർത്തുന്ന ബന്ധങ്ങളുടെ മാർഗരേഖയെയാണ് നമ്മൾ വിദേശ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങളെ നമ്മൾ എന്ത് പറയും? നാഷണൽ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആഗോള സമാധാനം, സുരക്ഷ, വികസനം എന്നിവയൊക്കെ നേടാൻ രൂപപ്പെടുത്തിയതാണ് ഈ ഒരു വിദേശ നയം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ വിദേശ നയത്തിന് ചില സുപ്രധാന ലക്ഷ്യങ്ങൾ വരുന്നുണ്ട്. എന്താണ്? അതായത് രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക, കൂടാതെ സാമ്പത്തിക വളർച്ച നേടുക, മറ്റു രാജ്യങ്ങളുമായിട്ട് സൗഹൃദം പുലർത്തുക, യുദ്ധം ഒഴിവാക്കി സമാധാനം നിലനിർത്തുക, വികസനോന്മുഖ രാജ്യങ്ങളോടൊപ്പം സഹകരിക്കുക. ഇത്തരത്തിലുള്ളതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൽ പെടുന്ന പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. അപ്പം നമുക്കതെന്താണെന്ന് നോക്കാം കേട്ടോ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളും സിദ്ധാന്തങ്ങളും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ദേശീയ താൽപര്യ സംരക്ഷണം, ദാറ്റ് ഈസ് പ്രിസർവേഷൻ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നത്? ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം അതിർത്തി സുരക്ഷ, സ്വാതന്ത്ര്യം, സാമ്പത്തിക വികസനം. അതാണ് ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ഇവിടെ പോയിന്റായിട്ട് കൊടുത്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയും ഐക്യവും നിലനിർത്തുക, ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പുരോഗതി ഉറപ്പാക്കുക എന്നതാണ് പ്രിസർവേഷൻ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ദേശീയ താൽപര്യ സംരക്ഷണത്തിലൂടെ ഇന്ത്യ കാണുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഒരു ലക്ഷ്യമായിട്ട് പറയാവുന്നത്. രണ്ടാമത് വരുന്നത് അച്ചീവ്മെന്റ് ഓഫ് വേൾഡ് പീസ്, അതായത് ലോക ശാന്തി ഉറപ്പുവരുത്തുന്നത്. ആഗോള സമാധാനം എന്നൊക്കെ നമുക്ക് പറയാം. യുദ്ധം ഒഴിവാക്കി ചർച്ചകൾ മുഖേന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോകശാന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഒഴിവാക്കുക, സമാധാനപരമായിട്ടുള്ള ചർച്ചകൾ മുഖേന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ എയിമായിട്ട് വരുന്നത്. അപ്പം രണ്ടാമത്തെ കാര്യമാണ് അച്ചീവ്മെന്റ് ഓഫ് വേൾഡ് പീസ് അല്ലെങ്കിൽ ലോകശാന്തി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ രണ്ടാമത്തെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാം. പിന്നീട് വരുന്നതാണ് ഡിസാർമാമെന്റ് അല്ലെങ്കിൽ നിരായുധീകരണം എന്ന് പറയുന്നത്. എന്താണ് നിരായുധീകരണത്തിൽ വരുന്നത്? ആണവായുധങ്ങൾ ഉൾപ്പെടെ എല്ലാ അപകടകരമായ ആയുധങ്ങളും കുറയ്ക്കുക, ലോകമെമ്പാടും സമാധാനം നിലനിർത്തുക. ഈ ഒരു വിദേശ നയത്തിൽ തന്നെ നമ്മൾ എയിം ചെയ്യുന്ന ഒരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? സുരക്ഷയാണ് അല്ലേ, ആഗോള സമാധാനമാണ്. അപ്പോൾ എന്താണ് അതിൽ ഏറ്റവും കൂടിയേ തീരാവുന്നൊരു കാര്യമാണ് നിരായുധീകരണം എന്ന് പറയുന്നത്. യുദ്ധമില്ലെങ്കിൽ ഈ ഒരു വെപ്പൺസിൻ്റെ ശേഷി വരുന്നുണ്ടോ? അല്ലെങ്കിൽ വെപ്പൺസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പം ആണവായുധങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ, എത്ര വലിയ രീതിയിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നതെന്ന്. ജപ്പാനെതിരെ അല്ലെങ്കിൽ ഹിരോഷിമയിൽ പണ്ട് കാലത്ത് ഒരു ആണവായുധം പ്രയോഗിച്ചതായിരുന്നു അല്ലേ. അപ്പം ഹിരോഷിമ, നാഗസാക്കിയൊക്കെ നമുക്ക് അതിൻ്റെ ആണവായുധത്തിൻ്റെ ആ ഒരു വിക്ടിംസ് ആണ് വരുന്നത് അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു വലിയ രാജ്യത്തെ തന്നെ തകർക്കാനുള്ള, വീണ്ടും അവിടെ വരുന്ന പിന്നീട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ആ ഒരു ജനതയെ തന്നെ നശിപ്പിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? ഈ ഒരു ആണവായുധങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ലോകത്തിന് നാശത്തിന് കാരണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആണവായുധങ്ങളും അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മറ്റനേകം ആയുധങ്ങളുണ്ട്.
ഇവയെ കുറയ്ക്കുക അല്ലെങ്കിൽ അവയെ ഉപയോഗിക്കാതെ ഇരിക്കുക. നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നല്ലാതെ എന്ത് വേണ്ടിയിട്ട്, ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഈ ഒരു ഡിസാർമാമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വിദേശ നയത്തിൻ്റെ മറ്റൊരു ലക്ഷ്യവും ഇത് തന്നെയാണ്. ഇനി 4 വരുന്നത് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഫോർ ആഫ്രോ ഏഷ്യൻ നാഷൻസ്. എന്താണ് ഇതിലൂടെ വരുന്നത്? കോളനി വ്യവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ പിന്തുണ നൽകുക, സ്വയം ഭരണവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുക. ഈ ഒരു ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യത്തിൽ പെടുന്നതല്ലേ നമ്മൾ, അല്ലേ, ഏഷ്യയിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ്, ഇന്ത്യ പണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്, കോളനി വാഴ്ചയായിരുന്നു. അവരുടെ റൂള് നമ്മളുടെ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന്, ആ ഒരു കോളനി വ്യവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള പിന്തുണ ഒക്കെയാണ് ഈ ഒരു 4ാമത്തെ പോയിന്റിൽ പറയുന്ന ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൂടെ വ്യക്തമാക്കുന്നത് കേട്ടോ. കൂടാതെ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ രാജ്യത്തിന് സ്വയം ഭരണവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു ലക്ഷ്യം കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യയിലെ ചില അടിസ്ഥാന തത്വങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് പഞ്ചശീൽ എന്ന് പറയുന്നത്. എന്താണ് പഞ്ചശീൽ എന്ന് പറയുന്നത്? ഇപ്പം പഞ്ചശീലിനെ കുറിച്ചിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് പഞ്ചശീലെന്ന്. അപ്പം അതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ, എന്താണ് പഞ്ചശീലെന്ന്. അതായത് 1ാമത്തെ പഞ്ചശീല അർത്ഥം വരുന്നത്, പഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 5 എന്നാണ്. അപ്പോൾ പഞ്ചശീല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന തത്വങ്ങൾ, 5 പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങളായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പഞ്ചശീല എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ 1954 ശ്രദ്ധിക്കുക, 1954 ഒപ്പുവെച്ച ഒരു കരാറാണ്. ഇതൊരു എഗ്രിമെൻ്റ് ആണ് കേട്ടോ. ടിബറ്റൻ റീജിയനിൽ വെച്ചിട്ടാണ് എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ഇന്റർകോഴ്സ് വിത്ത് ടിബറ്റൻ റീജിയൻ. 5 തത്വങ്ങളാണ് ഇതിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നായിട്ട് ഈ ഒരു പഞ്ചശീല മാറിയിട്ടുണ്ട്. എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് സൊവേറിറ്റിയാണ്. ആൻഡ് പരസ്പരം രാജ്യത്തിൻ്റെ അതിർത്തികളും സ്വാതന്ത്ര്യവും മാനിക്കുക എന്നതാണ് പഞ്ചശീലിൻ്റെ 1ാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. അതായത് ഓരോ രാജ്യത്തിനും സ്വന്തം സ്വാതന്ത്ര്യവും അതിർത്തിയും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. അപ്പം നമ്മൾ സംരക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റു രാജ്യങ്ങളും ഇതിനെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് 1ാമത്തെ തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിളായിട്ട് പഞ്ചശീലിൻ്റെത് പറയുന്നത്. നിങ്ങൾ ഓർക്കുക, പഞ്ചശീൽ ഫൈനൽ എക്സാമിൻ്റെ ടേംസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു എന്താണ് പഞ്ചശീൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ 4ഓളം ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ നിന്ന് കറക്റ്റ് അല്ലാത്തത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ആ ഒരു തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 3 പഞ്ചശീലിൻ്റെ പ്രിൻസിപ്പിൾ ആയിരിക്കും, 4ാമത്തെ 1 തെറ്റായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാവണം. ഇത് പഞ്ചശീല തത്വത്തിൽ വരുന്ന 4 പ്രിൻസിപ്പിളാണ്, ഇതിലൊന്ന് തെറ്റാന്ന് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കറിയണം. അതിനെന്തായി ഉണ്ടാവണം, അതിന് പഞ്ചശീല തത്വം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ 1ാമത്തേത് പറഞ്ഞു, പരസ്പരം രാജ്യത്തിൻ്റെ അതിർത്തികളും സ്വാതന്ത്ര്യവും മാനിക്കുക എന്നത്. ഇനി 2ാമത് നമുക്ക് നോക്കാം, പരസ്പരം ആക്രമിക്കാതിരിക്കുക, മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്നാണ് പറയുന്നത്. ഒരു രാജ്യവും മറ്റൊന്നിനെ ആക്രമിക്കരുത് എന്നാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. സമാധാനം പാലിക്കണം. ഓക്കെ, ഇതാണ് പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്ന മറ്റൊരു പ്രിൻസിപ്പിൾ പറയുന്നത് ഈ ഒരു പഞ്ചശീലിൽ. ഇനി 3ാമത് വരുന്നത് ആന്തരിക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ഇൻ ഇൻറ്റേർണൽ അഫേഴ്സ് എന്ന് നമുക്ക് പറയാം. അതായത് മറ്റ് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല. അതായത് ഇന്ത്യയുടെ ഇൻറ്റേർണൽ അഫേഴ്സിൽ, ഇന്ത്യയിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ചൈനക്കാർക്ക് സജഷൻ കൊടുക്കാനോ നിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഇടപെടാനുള്ള അവകാശം മറ്റൊരു രാജ്യത്തിന് അല്ലേ. ഇന്ത്യയുടെ കാര്യത്തിൽ ചൈനക്ക്
അതിനുള്ള ഒരു അവകാശമില്ല. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യരുത് എന്നാണ് മൂന്നാമത്തെ ഉടമ്പടി, ആ ഒരു എഗ്രിമെൻറ്റിലെ മൂന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് തത്വമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി 2 തത്വങ്ങൾ കൂടെ ഉള്ളൂ റിമൈനിങ് വരുന്ന ഈ ഒരു പഞ്ചശീലിൽ. അത് നമുക്ക് നോക്കാം. ഇക്വാലിറ്റി അല്ലെ, ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ് ആണ് പറയുന്നത്. സമത്വവും പരസ്പര പ്രയോജനവും. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? രാജ്യങ്ങൾ തമ്മിൽ ബന്ധം സമത്വത്തിലും ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്ത് നേട്ടം കൈവരിക്കുന്നതാണെങ്കിലും ഇരുവർക്കും ലഭിക്കുന്ന രീതിയിലായിരിക്കണം ഇത് ഉണ്ടാവുന്നത് അല്ലേ. അതായത് രാജ്യങ്ങൾ തമ്മിൽ തുല്യത പാലിക്കുകയും ഇരുവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണം. ഇതാണ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മുന്നിൽ എന്നതല്ല, രണ്ടുപേരും ഒരുമിച്ച് എന്ത് കാര്യങ്ങൾ ബെനിഫിഷ്യറി ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ വരുന്നതാണെങ്കിൽ 2 രാജ്യങ്ങൾക്കും ഈക്വലി അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം എന്നതാണ് 4ാമത്തത് ഈ ഒരു എഗ്രിമെൻറ്റിൽ പറയുന്നത്. ഇനി 5ാമത്തത് നമുക്ക് നോക്കാം. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് കേട്ടോ. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം. എന്താണ് ഇതിലൂടെ പറയുന്നത്? ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളായിരിക്കും അല്ലേ ഉണ്ടാവുന്നത്, പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അവരുടെ ആശയധാരകളും അത്തരത്തിലായിരിക്കും ഉണ്ടാവുന്നത്. എന്നിരുന്നാൽ പോലും സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് ഈ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും സമാധാനത്തോടെ ഒന്നിച്ചു ജീവിക്കണം. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പഞ്ചശീല തത്വത്തിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ പഞ്ചശീല തത്വം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ തത്വങ്ങളിൽ വരുന്ന ഒന്നാണ് പഞ്ചശീല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ വേറെ തത്വങ്ങളും കൂടെ ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പഞ്ചശീല ഉടമ്പടി. എവിടെയാണ്? അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം ലക്ഷ്യമിട്ടതാണ് ഈ ഒരു പഞ്ചശീല ഉടമ്പടി വരുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തിലെ പ്രധാന ഘടകമായിട്ട് വരുന്നതും ഈ ഒരു പഞ്ചശീല എഗ്രിമെന്റ് തന്നെയാണ് കേട്ടോ. പിന്നീടൊന്ന് വരുന്നതാണ് അനുകൂലീകരണമില്ലായ്മ, അല്ലെങ്കിൽ ഈ ഒരു നോൺ അലൈൻമെന്റും പിന്നെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നാം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം അത് 2 പോയിന്റ്സ് ആയി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റും പിന്നെ നമ്മുടെ പഞ്ചശീലും ഒരു സുപ്രധാന ഘടകമാണ്. ഫൈനൽ എക്സാമിന് ഇതിനെ കുറിച്ചിട്ടും തീർച്ചയായിട്ടും ചോദിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് നാം എന്ന് നോക്കാം. നാമിൻ്റെ കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നാം ഉണ്ടാവാനുള്ള കാരണം അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ 1945 1991 കാലഘട്ടത്തിലാണ് ശീതസമരം നടന്നിട്ടുണ്ടായിരുന്നത്, അതായത് കോൾഡ് വാർ. ഈ ഒരു സമയത്ത് ലോകം 2 വലിയ ശക്തികളായിട്ട് വേർതിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും 2 സോവിയറ്റ് യൂണിയനുമാണ്. സോവിയറ്റ് യൂണിയനെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അപ്പം ലോകത്ത് കുറേ രാജ്യങ്ങളുണ്ട്. ഇതിൽ ഈ ഒരു പല രാജ്യങ്ങളും ഇവരിൽ ഏതെങ്കിലും ബ്ലോക്കിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിന്റെ പക്ഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് രാജ്യങ്ങൾ, അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യ, യൂഗോസ്ലാവിയ, ഈജിപ്ത്, ഘാന, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ടായിരുന്നു. അവർ ഈ ഒരു 2 ബ്ലോക്കിലും ഇടം പിടിച്ചില്ല, അല്ലെങ്കിൽ 2 ബ്ലോക്കിനെയും പിന്താങ്ങിയില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞങ്ങൾ ആരുടെയും പക്ഷവും പിടിക്കില്ല, സമാധാനവും സ്വാതന്ത്ര്യവും ലക്ഷ്യമാക്കിയിട്ട് സ്വന്തം വഴി തെരഞ്ഞെടുത്ത് പോകുന്നതാണ് ഇത്തരത്തിലുള്ള ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1961 ബെൽഗ്രേഡിൽ ഒരു സമ്മേളനം വിളിച്ചിട്ടാണ് നമ്മുടെ നാം, അല്ലെങ്കിൽ നാമിൻ്റെ ഫുൾ ഫോം എന്താണ്? നോൺ അലൈൻഡ് മൂവ്മെൻ്റ് ആണ് അത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം, സഹകരണം, രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യം സംരക്ഷിക്കൽ എന്നതാണ് ഇതിൻ്റെ മെയിൻ എയിമായിട്ട് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്, പോയിന്റ് വൈസ് ആയിട്ടൊന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ തത്വങ്ങളിൽ പഞ്ചശീല ഉടമ്പടിനെ കുറിച്ചിട്ടും നോൺ അലൈൻഡ്
മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ആ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കാം. ഇനി വേറൊരു പോയിൻ്റായിട്ട് നോക്കേണ്ടത് എന്താണ്, ആൻറ്റി ഇമ്പീരിയലിസം, ആൻറ്റി റേസിസം എന്താണ്, ആൻറ്റി കോളനിസം എന്താണെന്നാണ്. ചെറിയ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, എന്നാലും ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റി ഇമ്പീരിയലിസം അല്ലേ, സാമ്രാജ്യത്വത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ആൻറ്റി ഇമ്പീരിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഇത്, ആൻറ്റി ഇമ്പീരിയലിസത്തിന് എക്സാമ്പിളാണ്. അതായത് വലിയ ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ ബലഹീനമായിട്ടുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് പിടിച്ചടക്കി ഭരിക്കൽ, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നതിനെയാണ് ആൻറ്റി ഇമ്പീരിയലിസം അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഒന്നുകൂടെ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉള്ളതായിരുന്നു, അതാണ് ആൻറ്റി ഇമ്പീരിയലിസത്തിന്. ആ ഒരു ബ്രിട്ടീഷ് ആധിപത്യം തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇവിടെ ഇന്ത്യക്കാരെന്താണ് നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അല്ലേ, സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആൻറ്റി ഇമ്പീരിയലിസത്തിന് ഉദാഹരണമായിട്ട് പറയാം. പിന്നെ എന്താണ്, ആൻറ്റി റേസിസം എന്നാണ് പറയുന്നത്. ആൻറ്റി റേസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ തൻ്റെ വംശം, വർഗം, ചർമ്മം അല്ലേ, ചർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പാണോ വെളുപ്പാണോ എന്നുള്ള തരത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് ഇങ്ങനെ തരം താഴ്ന്ന രീതിയിലേക്ക് താഴ്ത്തി കെട്ടാറുണ്ട് അല്ലേ. അപ്പം ഇത്തരത്തിൽ ഈ ഒരു വിവേചനത്തിനെതിരെ പോരാടുന്നതിനെ നമ്മൾ ആൻറ്റി റേസിസം അല്ലേ. റേസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഗം അല്ലെങ്കിൽ നമ്മുടെ വംശത്തിനെ തരം താഴ്ത്തി കാണലാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇതിനെതിരെ, വിവേചനത്തിനെതിരെ പോരാടുന്നതാണ് ആൻറ്റി റേസിസം വരുന്നത്. എക്സാമ്പിൾ ഇപ്പം നമുക്ക് പറയാൻ എന്താണ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലൊക്കെ എന്താണ് വർഗീയ വേർതിരിവൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിനൊക്കെ എതിരൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഇന്ത്യയിലാണെങ്കിലും അതേപോലെ തന്നെ അല്ലേ, വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയവർ ചെറിയവർ എന്ന രീതിയിലൊക്കെ വേർതിരിവ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ് ആൻറ്റി റേസിസം എന്ന് പറയും. ഇനി മറ്റൊന്ന് ആൻറ്റി കോളനിസമാണ്. ആൻറ്റി കോളനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കോളനിയാക്കി ഭരിക്കൽ, അവിടെ സ്വന്തം ഭരണവും നിയമങ്ങളും കൊണ്ടുവരിക, ഇതിനെയാണ് നമ്മൾ ആൻറ്റി കോളനിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം കാഴ്ചവെച്ചത് തന്നെയാണ് അല്ലേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ റൂൾസാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനെതിരെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടത്തി. അപ്പോൾ ഇത് ആൻറ്റി കോളനിസം ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൻറ്റി ഇമ്പീരിയലിസം, ആൻറ്റി റേസിസം ആൻഡ് ആൻറ്റി കോളനിസം പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യരാഷ്ട്ര സഭയെ കുറിച്ചിട്ടാണ്. എന്താണ് ഐക്യരാഷ്ട്ര സഭ എന്ന് അറിഞ്ഞിരിക്കണം. യുണൈറ്റഡ് നേഷൻസ് എന്നാണ് ഐക്യരാഷ്ട്ര സഭയെ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു യുണൈറ്റഡ് നേഷൻസിൽ നമുക്ക് പറയാം അതിൻ്റെ രൂപീകരണം വരുന്നത് 1945 രൂപീകരണം വരുന്നത്. ഒക്ടോബർ 24 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണിത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലോകത്ത് സമാധാനം കൊണ്ടുവരാനും ഇനി യുദ്ധങ്ങൾ ആവരുതെന്നും ലക്ഷ്യമിട്ടിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ അംഗരാജ്യങ്ങൾ 51. ഇന്ന് അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ എത്ര രാജ്യങ്ങളുണ്ട്? 193. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇതിൽ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം കൂടുതലായിട്ടും ഇന്ത്യയും ഐക്യരാഷ്ട്ര സഭയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണ് ഇവിടെ? ഇന്ത്യ എപ്പോഴും UN-നെ ആഗോള സമാധാനത്തിനുള്ള വേദിയായിട്ട് കണ്ടിട്ടുണ്ട്. തേർഡ് വേൾഡ് രാജ്യങ്ങളുടെ പൊതുസ്വരം UN-ൽ ഉയർത്താൻ ഇന്ത്യ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ UN-ന്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ശാന്തിരക്ഷാ സേന അല്ലെങ്കിൽ പീസ് കീപ്പിംഗ് മിഷൻസ് ഉണ്ട്. അതിൻ്റെ ദൗത്യങ്ങളിലൊക്കെ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. ഇതാണ് ഐക്യരാഷ്ട്ര സഭയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം, ഇന്ത്യ എപ്പോഴും
UN-നെ ആഗോള സമാധാനത്തിനുള്ള വേദിയായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ തേർഡ് വേൾഡ് രാജ്യങ്ങളുടെ പൊതുസ്വരം UN-ൽ ഉയർത്താൻ ഇന്ത്യ നേതൃത്വം നൽകിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ശാന്തിരക്ഷാ സേന അല്ലെങ്കിൽ പീസ് കീപ്പിംഗ് മിഷൻ്റെ ദൗത്യങ്ങളിൽ UN-ന്റെ ഈ ഒരു ദൗത്യത്തിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റിലേഷൻ വരുന്നത്. ഇനി UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ലോക സമാധാനം നിലനിർത്തുക. രണ്ടാമത് വരുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളർത്തുക. മൂന്നാമത് വരുന്നത് വികസനത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും സഹായിക്കുക. 4 വരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളും നീതിയും പാലിക്കുക. അപ്പോൾ ഇതാണ് UN-ന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. അപ്പം ഫൈനൽ എക്സാമിന് നിങ്ങളോട് ഈ ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റും എഴുതാം. ഇനി അത് മാർക്കിനനുസരിച്ചായിരിക്കണം കേട്ടോ എഴുതേണ്ടത്. 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബുള്ളറ്റ് വൈസ് പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഇനിയിപ്പോൾ 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ ഈ ഓരോ പോയിന്റും അതിന് കുറച്ചൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് UN-ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വരുന്നത്. ഇനി UN-ന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതായത് സമാധാന സേന അയക്കുന്ന വികസന പദ്ധതികളൊക്കെ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന UN-ന്റെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ പോയിസണൈസ്ഡ് ആയിട്ടുണ്ടാവുമല്ലോ വിഷഭീകര രോഗങ്ങൾക്ക്, അതിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് പറയാം. പിന്നെ യുദ്ധം തടയാൻ മധ്യസ്ഥത, പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ UN-ന്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒന്ന് നമ്മൾ നോക്കേണ്ടത് UN-ന്റെ പ്രധാന അവയവങ്ങൾ അല്ലെങ്കിൽ പ്രധാന അവയവങ്ങൾ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്ന ഓർഗൻസ് എന്നാണ്. അതായത് UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങളിൽ വരുന്ന 6 കാര്യങ്ങളാണ് ഇതിൽ ഇവിടെ പറയുന്നത്. ഒന്ന് വരുന്നത് ജനറൽ അസംബ്ലിയാണ്, പൊതുസഭയാണ്. ഇതിൽ എല്ലാ അംഗരാജ്യങ്ങൾക്കും ഒരു വോട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ രണ്ടാമത് വരുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ്. സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ച് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം സെക്യൂരിറ്റി കൗൺസിലിനെ നമ്മൾ സുരക്ഷാ സമിതി എന്നാണ് പറയുന്നത്. ലോക സമാധാനം, യുദ്ധപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെയും ആ ഒരു ലക്ഷ്യമായിട്ട് വരുന്നത്. ഇതിൽ 15 അംഗങ്ങളാണ് വരുന്നത്. 15 അംഗങ്ങളിൽ 5 സ്ഥിരാംഗങ്ങളാണ് വരുന്നത്. US എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക, UK എന്ന് വെച്ചാൽ ബ്രിട്ടൻ ആണ് വരുന്നത്. പിന്നെ റഷ്യ, ചൈന, ഫ്രാൻസ്, ഇവർ 5 പേരാണ് സ്ഥിരാംഗങ്ങളായിട്ട് വരുന്നത്. ഇതൊരു പെർമനൻറ്റ് മെമ്പേഴ്സാണ്, ഇവർ മാറത്തില്ല. ഓക്കെ, ഇവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇവർ സ്ഥിരാംഗങ്ങളായിട്ടാണ് വരുന്നത്. ബാക്കി 10 താൽക്കാലിക അംഗങ്ങൾ വരുന്നുണ്ട്. നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്നാണ് താൽക്കാലിക അംഗങ്ങളെ പറയുന്നത്. അപ്പോൾ ഇതിൽ 8 തവണയോളം നമ്മുടെ ഇന്ത്യ നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു 5 സ്ഥിരാംഗങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ അതിനെതിരെയായിട്ട് ഇന്ത്യ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം കേട്ടോ ഇതിനെക്കുറിച്ച്. അപ്പം സെക്യൂരിറ്റി കൗൺസിലാണ് UN-ന്റെ പ്രധാന അവയവങ്ങളിൽപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ ഘടകങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് വരുന്നത്. ഇനി മൂന്നാമത് വരുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. ECO SOC ആണ്. സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളാണ് ഇത് ഇവിടെ അതിനെക്കുറിച്ചിട്ടാണ് കൂടുതലും ഈ ഒരു ഭാഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി നാലാമത് വരുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ എന്ന് പറയും. രാജ്യങ്ങൾ തമ്മിലുള്ള നിയമപ്രശ്നങ്ങൾ തീർക്കുന്നത് ഇത് മുഖേനയാണ്. ഓക്കെ, ഇനി അഞ്ചാമത് വരുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടറി ജനറൽ നേതൃത്വം നൽകുന്നതാണിത്. ആറാമത് വരുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ്, ഈ ഒരു 6 കാര്യങ്ങളാണ് UN-ന്റെ പ്രധാന ഘടകങ്ങളായിട്ട് വരുന്നത്. ഇതൊക്കെ കൂടിയിട്ടാണ് UN ഐക്യരാഷ്ട്രസഭ ഉണ്ടായത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു UN-നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയും UN ഐക്യരാഷ്ട്രസഭയും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ എപ്പോഴും UN-നെ ലോകശാന്തിക്കും സമാധാനപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും വേണ്ടിയുള്ളൊരു വേദിയായിട്ട് കണ്ടിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംവാദത്തിലൂടെയോ ചർച്ചയിലൂടെയോ പരിഹരിക്കാൻ UN സജീവമായി ഇടപെടണമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്.
മൂന്നാം ലോക രാജ്യങ്ങളുടെ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ UN സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് ഇന്ത്യ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ മൂന്നാം ലോക രാജ്യങ്ങൾ ഒരുമിച്ച് ഐക്യമായി മുന്നോട്ട് വരണമെന്നും ഇന്ത്യ UN വേദിയിൽ ആവശ്യപ്പെട്ടു. അപ്പം UN ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ വെച്ചിട്ടുള്ള കുറച്ച് സജഷൻസ് ആണിത് വരുന്നത്. അപ്പോൾ അത് ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മറ്റൊന്ന് നിങ്ങൾ നോക്കേണ്ടത് ഇന്ത്യയുടെ വിദേശ നയത്തിലെ പ്രധാന ആശങ്കകളെ കുറിച്ചിട്ടാണ്. ഇത് ശീതസമരാനന്തര കാലഘട്ടത്തിലാണ്, അതായത് കോൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം. ഒന്ന്, സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞത് ഇന്ത്യക്ക് സൃഷ്ടിച്ച അനിശ്ചിതത്വം. സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞപ്പോൾ ഇന്ത്യക്ക് നിരവധി കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുവരെ എന്താണ്, സോവിയറ്റ് യൂണിയനായിട്ട് ചെറിയ രീതിയിൽ നല്ല ബന്ധം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നീട് ആ ഒരു ശീതസമരാനന്തര കാലഘട്ടത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം നല്ല ടേംസിലല്ല ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് അതുകൊണ്ട് തന്നെ പല നഷ്ടങ്ങളും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ ചുവടെ ചേർത്തിരിക്കുന്നത്. ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും. ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ നൽകുന്ന ആയുധങ്ങൾ, സാങ്കേതിക സഹായം, സ്പെയർ പാർട്സ് എന്നിവ ലഭിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതൊരു പോയിന്റായിട്ട് എഴുതാം. പിന്നെ നയതന്ത്ര പിന്തുണയാണ്. അതായത് കാശ്മീർ പോലുള്ള വിഷയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ നൽകുന്ന പിന്തുണ നഷ്ടപ്പെട്ടു. നയതന്ത്ര പിന്തുണ എന്താണ്, നമ്മുടെ ശത്രുരാജ്യമാണല്ലേ പാകിസ്ഥാൻ വരുന്നത്. അതുവരെ USSR നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നേനു. പക്ഷേ അതിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ ഒരു പിന്തുണ, നമുക്ക് നൽകുന്ന പിന്തുണ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഭൗമരാഷ്ട്രീയ തുല്യശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദക്ഷിണേഷ്യയിൽ അമേരിക്കയെ താരതമ്യപ്പെടുത്താൻ സോവിയറ്റ് യൂണിയൻ ഒരു ശക്തിയായിരുന്നു, അതും നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ശീതസമരാനന്തര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫോറിൻ പോളിസിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന ആശങ്കകൾ അല്ലെങ്കിൽ തടസ്സങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. കൂടാതെ ഇത് ലോകത്തിൽ എങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിച്ചെന്ന് നോക്കാം. ആഫ്റ്റർ കോൾഡ് വാർ, അതായത് ഒറ്റൊരു പ്രധാന ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അമേരിക്കയായിരുന്നു ലോകത്തിലെ ഒരു പ്രധാന ശക്തിയായിട്ട് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രാജ്യങ്ങളുടെ പിളർച്ച സംഭവിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും വിഭജിക്കപ്പെട്ടു, പുതിയ രാഷ്ട്രങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. കൂടാതെ പലതരത്തിലുള്ള സൈനിക കൂട്ടായ്മകൾ അവസാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ശീതകാലത്തെ ആ ഒരു സമരഘട്ടത്തിലെ സൈനിക കൂട്ടായ്മയാണ് വാർ ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി പിന്നീട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ചിലത് അവസാനിക്കുക തന്നെ ചെയ്തു. പിന്നീട് ആ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ പുതിയ പ്രാദേശിക കൂട്ടായ്മകളും നേതൃത്വം വന്നിട്ടുണ്ട്. അതായത് ഏഷ്യൻ, സാർക്ക് തുടങ്ങിയിട്ടുള്ള പ്രാദേശിക സാമ്പത്തിക കൂട്ടായ്മകൾ. ഇതൊക്കെ ഈ ഒരു ഏഷ്യൻ അല്ലെങ്കിൽ സാർക്ക് എന്ന് പറയുന്നതൊക്കെ ഓരോ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മകളാണ് കേട്ടോ. അപ്പം ഇതൊക്കെ രൂപം കൊണ്ട് ശക്തമായി കൊണ്ടിരുന്നു. ഇതാണ് ലോകത്തിൽ ആഫ്റ്റർ കോൾഡ് വാർ വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു ഹെഡിങ് നമുക്ക് നോക്കാം. ഇന്ത്യ ആൻഡ് ഐക്യരാഷ്ട്രസഭ, സമാധാനവും ആയുധ നിയന്ത്രണവും. അപ്പോൾ ഇതിൽ ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും എടുക്കുന്നതാണെങ്കിൽ അവിടെ സമാധാനവും ആയുധ നിയന്ത്രണവും എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിൽ ഡിസാർമാമെൻറ്റ് നമ്മൾ കുറച്ച് മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഡിസാർമാമെൻറ്റിനെ കുറിച്ചിട്ട്. അതിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മുടെ ഫോറിൻ പോളിസീൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഡിസാർമാമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആയുധ നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരുന്നു? അപകടകരമായിട്ടുള്ള ആയുധങ്ങൾ, ഉദാഹരണത്തിന് ആണവായുധങ്ങൾ കുറയ്ക്കുക, നിയന്ത്രിക്കുക, ചിലപ്പോൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതാണ് ഡിസാർമാമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇനി രണ്ടാമത് വരുന്നത് ഇന്ത്യയുടെ നിലപാടാണ്. ആയുധ നിയന്ത്രണത്തിലുള്ള ലക്ഷ്യം പരസ്പര ഭേദം ഇല്ലാത്തതിൻ്റെ സിദ്ധാന്തം അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആശയങ്ങൾ, റെസൊല്യൂഷനുകൾ, സംരംഭങ്ങൾ, പ്രവർത്തന പദ്ധതികൾ വഴി സജീവമായി പങ്കെടുത്തു. അപ്പോൾ ഈ ഒരു ഡിസാർമാമെൻറ്റിനോട് അനുകൂലമായിട്ടാണ് ഇന്ത്യയും ഒരു അഫോർമേറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിരായുധീകരണം തന്നെയാണ് ഇന്ത്യയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ചരിത്ര സംഭാവനകൾ നോക്കാം. 1948 ആണവ ഊർജം
ശാന്ത പ്രയോജനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. ശാന്ത പ്രയോജനങ്ങൾക്ക് എന്ന് വെച്ചെങ്കിൽ പീസ് കീപ്പിംഗ് ആക്ടിവിറ്റീസിലാണ് കേട്ടോ ഉപയോഗിക്കാൻ. ആണവായുധങ്ങൾ രാജ്യാന്തര യുദ്ധശേഖരങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ 1984 സിക്സ് നേഷൻ 5 കോണ്ടിനെന്റ് പീസ് ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തത് അർജന്റീന, ഗ്രീസ്, മെക്സിക്കോ, സ്വീഡൻ എന്നിവയായിരുന്നു. പിന്നെ ആണെങ്കിൽ ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതിലൂടെയൊക്കെ എടുക്കുന്ന ലക്ഷ്യം എന്ന് വെച്ചാൽ ആഗോള സമാധാനം ഉറപ്പിക്കാൻ തന്നെയായിരുന്നു. പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ആണവായുധ മത്സരം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ടാക്കിയത്. ഇനി അവസാന ഭാഗത്തേക്ക് കടക്കാണ്. സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാന ഓർഗനാണ് അല്ലെങ്കിൽ ഘടകമാണ് സെക്യൂരിറ്റി കൗൺസിൽ, സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സുരക്ഷാ സമിതി എന്താണ്? ഒരു സമാധാനം, ലോക സമാധാനം നിലനിർത്തുക, യുദ്ധവും സംഘർഷവും തടയുക, അന്താരാഷ്ട്ര സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു 15 മെമ്പേഴ്സാണ്, പെർമനൻറ്റ് മെമ്പേഴ്സാണുള്ളത്. USA, റഷ്യ, ചൈന, ഫ്രാൻസ്, UK. അപ്പം ഇതിൽ 10 മെമ്പേഴ്സ് ടെമ്പററി മെമ്പേഴ്സാണ് വരുന്നത്, നോൺ പെർമനൻറ്റ്. ഈ ഒരു 10 മെമ്പേഴ്സിന് 2 വർഷക്കാലത്തേക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 5 മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു 5 മെമ്പേഴ്സിന് വീറ്റോ പവർ ഉണ്ട്. വീറ്റോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങൾ ആ ഒരു സഭയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നോ പറഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം പാസ്സാവാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ വീറ്റോ പവർ ഈ ഒരു 5 പെർമനൻറ്റ് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ത്യ 8 തവണയോളം ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലിൽ നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ അവസാന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവസാന ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിര അംഗത്വം വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു? അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോക സമാധാനത്തിന് ഇന്ത്യയുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചിട്ട് ഉദ്ദേശിച്ചതാണ് കേട്ടോ. ലോക സമാധാനം ഉറപ്പാക്കുന്നതിന് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കാര്യക്ഷമതയിലായിരിക്കുന്നു. പക്ഷേ പഴയ മാറ്റമില്ലാത്ത അംഗത്വം കാരണം കൗൺസിൽ പലപ്പോഴും കാര്യക്ഷമമല്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടെ രാജ്യങ്ങളെയും കൂടെ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും, അതിൻ്റെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യയും ഇതിലൊരു അംഗത്വം, സ്ഥിരാംഗത്വം നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടാൻ യോഗ്യനാണെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഒന്ന് വരുന്നത്, ഇന്ത്യ 4ാമത്തെ വേഗത്തിൽ വളരുന്ന ആഗോള സാമ്പത്തിക ശക്തിയാണ്. കൂടാതെ ലോകത്തിലെ വലിയ ജനാധിപത്യം, ഒരു 1.4 ബില്യൺ പീപ്പിൾസോളം, ചൈനയെ മറികടന്നു അല്ലേ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ളത് എവിടെയാണ്? ഇന്ത്യയിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന് ആപ്റ്റായിട്ടുള്ള ആളാണ്. ഇന്ത്യ 4ാമത്തെ വേഗത്തിൽ വളരുന്ന ആഗോള സാമ്പത്തിക ശക്തിയാണ്. അന്താരാഷ്ട്ര ഫോറങ്ങളിൽ നേതൃത്വം, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവന, ഇതൊക്കെയാണ് ഇന്ത്യയെ ഈ ഒരു സെക്യൂരിറ്റി കൗൺസിലിലേക്ക് സ്ഥിരാംഗം ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം പറയുന്നത്. പിന്നെ സിസ്റ്റം പരിഷ്കരണം, ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലിലെ പ്രധാന തീരുമാനങ്ങളിൽ നേരിട്ട് പങ്കാളിയാകാൻ യോഗ്യതയുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നീതി, സമാധാനപരമായിട്ടുള്ള അവകാശം, അതായത് ഈ ഘടകങ്ങൾ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ആവശ്യപ്പെടാൻ ശക്തമായിട്ടുള്ള വാദം നൽകുന്നു. അപ്പം ഇവിടെ നമുക്ക് പറയാം, സെക്യൂരിറ്റി കൗൺസിലിൽ ഇപ്പം പെർമനൻറ്റ് മെമ്പർ അല്ല ഇന്ത്യ, പക്ഷേ ഇന്ത്യക്കും കൂടെ സ്ഥിരാംഗത്വം ലഭിക്കാനുള്ള അവകാശവാദങ്ങളാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിലാണ് ഒന്ന് വരുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ഇപ്പം എന്താണ്? ഇന്ത്യയാണ് വരുന്നത്. കൂടാതെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ സൈനികരെ അയച്ചതും ഇന്ത്യ തന്നെയാണ്. പിന്നെ ആണെങ്കിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവ പങ്കാളിത്തം ഒക്കെ ഇന്ത്യ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യക്ക് സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനൻറ്റ് മെമ്പർ ആവാനുള്ള അവകാശമുണ്ടെന്ന് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളുണ്ടല്ലോ, അതിൽ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ചൈന പറയാം നമുക്ക്. ഈ ഒരു ചൈനക്ക്
ഇന്ത്യയുടെ അംഗത്വത്തെ തുറന്നോ മൗനമായിട്ടോ എതിർക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇങ്ങനെ നിഷേധം വരുന്നുണ്ട് ഈ ഒരു പെർമനന്റ് മെമ്പർ ആവാനുള്ളത്. പിന്നെ ആണെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആ ഒരു 5 മെമ്പർ എന്നുള്ള ആ ഒരു ഘടന ഉണ്ടല്ലോ, അത് തകർത്ത് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനോ ആരെങ്കിലും കുറയ്ക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഇതും കൊണ്ട്, ഇത്തരത്തിലുള്ള തടസ്സം കൊണ്ടുമാണ് ഇന്ത്യക്ക് ഇതുവരെ ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പെർമനന്റ് മെമ്പർ ആവാൻ സാധ്യത ഉണ്ടാവാതിരുന്നത്. പക്ഷേ അതിനുള്ള വാദങ്ങളാണ് ഇന്ത്യ ഇപ്പം കാണിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളുണ്ട് അല്ലേ. ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അതിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ വരുന്നത്. ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ത്യൻ ഫോറിൻ പോളിസിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. വിദേശ നയം എന്താണെന്ന് കണ്ടു, വിദേശ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്തു, പിന്നെ പഞ്ചശീല ഉടമ്പടിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പഞ്ചശീലും നോൺ അലൈൻഡ് മൂവ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫൈനൽ എക്സാമിൻ്റെ ടൈംസിൽ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നോക്കാം. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഞാൻ 2-3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ്, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അതാണ് ഇന്ത്യയുടെ. ഹൂ ഈസ് കൺസിഡേർഡ് ദി ആർക്കിടെക്റ്റ് ഓഫ് ദി ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ശീതയുദ്ധകാലത്ത് ഇന്ത്യയെ മാർഗനിർദ്ദേശം ചെയ്ത തത്വം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ അലൈൻമെൻ്റ് ആണ് കേട്ടോ. വിച്ച് പ്രിൻസിപ്പൽ ഗൈഡഡ് ഇന്ത്യ ഡ്യൂറിങ് ദ കോൾഡ് വാർ എന്ന് ചോദിച്ചാൽ അത് നോൺ അലൈൻമെൻ്റ് ആണ്. പിന്നെ പഞ്ചശീല കരാർ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഒപ്പുവെച്ചിട്ടുള്ളത്? ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈനയുമായിട്ടാണ് അല്ലേ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ ആണെങ്കിൽ ലോക സമാധാനത്തിനുള്ള വാഹനം അല്ലെങ്കിൽ വെഹിക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട സംഘടന ഏതാണെന്നാണ്. അതിൽ വിച്ച് ഓർഗനൈസേഷൻ ഡസ് ഇന്ത്യ കൺസിഡർ ആസ് എ വെഹിക്കിൾ ഫോർ വേൾഡ് പീസ്? ലോക സമാധാനത്തിനുള്ള ആ ഒരു വെഹിക്കിളായിട്ട് ആരെയാണ് ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നത്? യുണൈറ്റഡ് നേഷൻസിനെയാണ് അല്ലേ, UN-നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഡിഫൈൻ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആ ഫോറിൻ പോളിസിനെ കുറിച്ചിട്ട് പറയണം. പിന്നെ ആണെങ്കിൽ വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി? ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് എഴുതാം. അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ക്ലാസ് എടുത്തതാണ്. അപ്പോൾ അതെല്ലാം പോയിന്റ് വൈസ് ആയിട്ട് എഴുതി കൊടുക്കാം. പിന്നെ പഞ്ചശീല പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ്? മ്യൂച്വൽ റെസ്പെക്ട് ഫോർ സവേറിനിറ്റിയിലെ പരസ്പരം പരമാധികാരത്തെയും ഭൗമപരിധിയെയും ബഹുമാനിക്കണം. പിന്നെ നോൺ അഗ്രഷൻ, ആക്രമണമില്ലായ്മ. അല്ലെങ്കിൽ കൂടാതെ 3ാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? നോൺ ഇൻ്റർഫറൻസ് ഇൻ ഇന്റേണൽ അഫേഴ്സ്, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. 4ാമത് എന്താ വരുന്നത്? ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, സമത്വവും പരസ്പര പ്രയോജനവും. 5ാമത് വരുന്നത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം. ഇത്രയും കാര്യങ്ങളാണല്ലേ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണാം. പിന്നെ നന്നായിട്ട് തന്നെ പഠിക്കാട്ടോ. ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് ഈ ഒരു ഭാഗത്തുനിന്ന് നന്നായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.